ശാന്തി. പല അമ്മമാരും എൻ്റെ അടുത്ത് ഒരുപാട് വോയിസ് മെസ്സേജിലായി ചോദിക്കുന്നു, എൻ്റെ മക്കളുടെ സ്വഭാവം ഇങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, എങ്ങനെയാണ് അവരെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുക, എനിക്ക് അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ 2 കപ്പ് മെത്തേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുമോ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇന്ന് അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം, പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തുവിനെ എന്നിലേക്ക് ആകർഷിക്കുമ്പോൾ ആ വസ്തു സ്വയമേവ ഒരു തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങളൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇച്ഛകളും അവരുടേതായിട്ടുള്ള വൈബ്രേഷൻ, അവരുടേതായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ ഒരു എനർജി ഫീൽഡിനെ കട്ട് ചെയ്തിട്ട് മറ്റൊരു എനർജി ഫീൽഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അത്രയും സ്ട്രോങ് ആയിരിക്കണം, അത്രയും പവർഫുൾ ആയിരിക്കണം. മാറ്റിയെടുത്ത ഒരുപാട് അമ്മമാരെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അവരുപയോഗിച്ചതായിട്ടുള്ള ടെക്നിക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ആരുടെയും മനസ്സിനെ മാറ്റാനുള്ളതായിരിക്കുന്ന ശക്തി അതിലുണ്ടായിരിക്കും. നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് തീർത്ഥം തരാറില്ലേ? ആ വെള്ളത്തിന് എന്തുകൊണ്ട് നമ്മൾ അത്രയും മഹത്വം കണക്കാക്കുന്നത്? അത്ര സമയം ദേവൻ്റെ ദേവിയുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയാലും കിട്ടും, അവിടെ നമുക്കൊരു തീർത്ഥം എന്നുള്ള വാക്കല്ല പറയുന്നത്, വാക്ക് പലതും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലും പല മതങ്ങളിലും ഇത് കേട്ടിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് അതിൽ മന്ത്രം ജപിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഒരു സിസ്റ്റം. വെള്ളം എടുത്ത് അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുത്ത് അസുഖം മാറ്റുന്നതായിരിക്കുന്ന സിസ്റ്റം പള്ളിയിലെ അച്ഛന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെതായിട്ടുള്ള ധർമ്മത്തിലുള്ള അവരുടെ വലിയ ആളുകൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ അമ്പലങ്ങളിൽ പോയാൽ തീർത്ഥം നമുക്ക് കിട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോയാൽ കാണാം വെള്ളം ചാർജ് ചെയ്ത് കിട്ടുന്നത്. ആ വെള്ളം ചാർജ് ചെയ്ത് കിട്ടുകയെന്ന് വെച്ചാൽ അവർ ആ വെള്ളം എടുത്തിട്ട് അത്രയും സമയം അതിൽ അല്ലാഹുവിനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഈശോനെ പ്രാർത്ഥിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ദേവനാണോ ദേവിയാണോ ഈശ്വരനാണോ ആരെയാണെങ്കിൽ അവരുടെ മന്ത്രം ജപിച്ചിട്ടാണ് ആ വെള്ളം നമുക്ക് കൊണ്ടുതരുന്നത്. അതുകൊണ്ടാണ് ആ വെള്ളത്തിന് അത്രയും മഹത്വം. തീർച്ചയായിട്ടും നമ്മൾ ജപിക്കുമ്പോൾ എങ്ങനെയാണോ അതിലേക്ക് ശക്തി നിറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള തോട്ട്, ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി മുറിക്കുമ്പോൾ തൊട്ട് അരി കഴുകുമ്പോൾ, പച്ചക്കറി മുറിക്കുമ്പോൾ, തേങ്ങ തേങ്ങ അരയ്ക്കുമ്പോൾ, അതിലിളക്കുമ്പോഴൊക്കെ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ, ഇവർ ഭയങ്കര സ്നേഹി ആത്മാക്കളായി മാറി. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ്, ഇത് കഴിക്കുന്ന എല്ലാവരുടെയും മനസ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഈശ്വരൻ്റെ സ്നേഹം ഇതിൽ കലർത്തുകയാണ്, ഞാൻ മാസ്റ്റർ ശാന്തി സാഗരൻ. കുട്ടി ഭയങ്കര ദേഷ്യമുള്ള കുട്ടിയാണെങ്കിൽ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്, ശാന്തിയുടെ കിരണം കലർത്തുകയാണ് എന്ന് നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് ആഹാരം ഇളക്കുക. വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് കുറച്ച് സമയം ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്, ഇതിൽ ശാന്തിയുടെ കിരണം നിറയ്ക്കുകയാണ്. ഈ വെള്ളം കുടിക്കുന്നതും ആ കുഞ്ഞിൻ്റെ മനസ്സ് ശാന്തമാവണം, അവനെന്നോട് സ്നേഹമാവണം, എല്ലാവരോടും ശാന്തമായി പെരുമാറണം. ഇങ്ങനെ ഇത് ഒരു 50 10 തവണ അല്ലെങ്കിൽ 8 9 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് അതിൽ എനർജി നിറച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക, ആഹാരം കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ ആ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കി. ഇനി ആഹാരമാണെങ്കിൽ അത് ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഭാവനയിൽ ഈശ്വരൻ ആരാണെങ്കിലും അവരുടെ മുന്നിൽ അവർക്ക് വേണ്ടി നിവേദിക്കുക. അവരോട് പറയുക ഇതിനെ ശുദ്ധമാക്കി തരാൻ, ഭഗവാനെ അങ്ങയുടെ കിരണങ്ങളാൽ ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര കിരണങ്ങൾ എന്ന് അറിയുന്നതായി സങ്കല്പിച്ച് അതിനെ കൊണ്ടുവന്ന് കലർത്തുക മൊത്തം ആഹാരത്തിൻ്റെ കൂടെ. എന്നിട്ട് ആ ആഹാരം കൊടുത്താൽ ആ ആഹാരത്തിൽ നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്തോ ആ സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനുള്ളിൽ ശക്തി നിറയ്ക്കും. ഇനി നിങ്ങൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ഇത് നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ ആ കരച്ചിലും ആ ദേഷ്യമൊക്കെ കൊടുക്കും. അടുക്കളയിൽ കിടക്കുമ്പോൾ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് എൻ്റെ അതും ചെയ്യണം, ഇതും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം, അതൊന്ന് ചെയ്ത് ഒന്നുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു അമ്മ ആഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെല്ലാവർക്കും ദേഷ്യമായിരിക്കും, ഒരു സംശയവും. കാരണം അത് കഴിക്കുന്നവരുടെ മനസ്സിലൊക്കെ തന്നെ താൻ ദേഷ്യം വരും. ഫോൺ വിളിച്ച് അവരോട് ഇവരോട് കഥ പറഞ്ഞുകൊണ്ട് ആഹാരം ഉണ്ടാക്കിയാൽ അത് കഴിക്കുമ്പോൾ ഏത് വർത്തമാനം നിങ്ങൾ പറയുന്നുണ്ടോ ആ വൈബ്രേഷൻ അതിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യും. അതുകൊണ്ട് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നമ്മൾ പൊതുവെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല. പരമാവധി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഈശ്വരൻ നിവേദിച്ചേ കഴിക്കാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ളതായിട്ടുള്ള പ്രയാണത്തിലാണ്. അപ്പോൾ അതിലിടയ്ക്ക് കറ വരാതിരിക്കാൻ വേണ്ടി വളരെയധികം ആഹാരത്തെക്കുറിച്ച് കെയർഫുൾ ആവാറുണ്ട്. അപ്പോൾ അതേ ടെക്നിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഏത് കുട്ടിയാണോ ഭയങ്കരമായിട്ട് പേടിയുള്ള കുട്ടിയാണോ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ധൈര്യശാലിയാണെന്നുള്ള സങ്കല്പത്തിൽ ആഹാരം ഉണ്ടാക്കുക, അതേ എനർജി ഈശ്വരന് റിസീവ് ചെയ്യുക, അതേ സങ്കല്പം അതിലേക്ക് മന്ത്രിച്ചുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുക. മന്ത്രിക്കുക അഥവാ നമ്മുടെ മനസ്സിൽ അഫർമേഷൻ എന്ന് പറയും. നമ്മളതിനെ മോഡേൺ ഭാഷയിൽ നമുക്ക് പറയാം അഫർമേഷൻ. പണ്ടത്തെ സ്പിരിച്വൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അതിനെ മന്ത്രിക്കുക എന്ന് പറയാം. അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ എനർജി അതിലേക്ക് ആവാഹിച്ചിട്ട് കഴിക്കാൻ കൊടുത്താൽ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ.
നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മോശം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് അമ്മയ്ക്ക് മാത്രമൊന്നുമല്ല, ആർക്കും വേണമെങ്കിൽ ഇതുപോലെ ആഹാരം ഉണ്ടാക്കാം, എനർജി നിറയ്ക്കാം, എനർജി കൊടുത്താൽ നന്നാക്കാം. ഒരു കാര്യം മാത്രം ഞാൻ ഈ സീക്രട്ട് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ്, ഒരിക്കലും ഒരാൾക്കും തിന്മ ഉണ്ടാവാൻ വിചാരിച്ച് ചെയ്യരുത്. കാരണം വേറൊരു നിയമം കൂടെ ഞാൻ കൂടെ കേൾപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത് നിങ്ങൾക്കുള്ളതാണ്. ശാന്തി കൊടുത്താൽ ശാന്തി നമുക്കുള്ളതാണ്, സ്നേഹം കൊടുത്താൽ സ്നേഹം നമുക്കുള്ളതാണ്, ദേഷ്യം കൊടുത്താൽ ദേഷ്യം നമുക്കുള്ളതാണ്. മറ്റുള്ളവർക്ക് മോശമാവണം എന്ന് വിചാരിച്ചു കൊടുത്താൽ മോശമാവുന്ന നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് കെയർഫുൾ ആവണമെന്ന് മാത്രം, നെഗറ്റീവായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് ഇതിനെ. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്ക്. എൻ്റെ അറിവിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലേക്ക് ശാന്തി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് പരിശ്രമിച്ചു നോക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.